ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ഓറാവൈറ്റി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി, ഞാനൊരു F5 മോഡായിട്ടാണ് വന്നേക്കണേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനൊക്കെ ഉപയോഗമാണ്. ഒരു മറ്റേ മൈൻക്രാഫ്റ്റ് ഒക്കെ കളിക്കണ അവർക്കൊക്കെ ഉപയോഗമാവണ ഒരു മോഡാണ്. നിങ്ങളിത് ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലേ നിങ്ങൾക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാവുക. അപ്പോൾ നമ്മൾ ഇത് കാണിച്ചു കണ്ട നമുക്ക് ഇതിനകത്ത് മോഡ് ചെയ്യാൻ പറ്റും. പിന്നെ അത് FOV ചെയ്യാൻ പറ്റും. നമുക്ക് കറക്റ്റാക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഒരു 80 അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്ക് നേരെ ഇതാക്കാൻ പറ്റും, സർവൈവൽ, പിന്നെ ക്രിയേറ്റീവ്, പിന്നെ നമുക്ക് സ്പെക്ടേറ്ററൊക്കെ ആക്കാൻ പറ്റും. അത് വേറെ കാര്യം. സ്പെക്ടേറ്ററൊക്കെ ആക്കാൻ പറ്റും നമുക്ക്. ഉണ്ടോ, സ്പെക്ടേറ്ററൊക്കെ ആകാൻ പറ്റും. അതാണ് നമ്മൾ ഈ മോഡിൻ്റെ ഉപകാരം പറയുകയാണെങ്കിൽ. പിന്നെ നമ്മൾ ചെയ്യാൻ ചെയ്തത്, ഇത് കമാൻഡ് അടിച്ച് നേരെ ആക്കണം. ഇത് കമാൻഡൊക്കെ അടിക്കാൻ അറിയണം, അല്ലെങ്കിൽ പെട്ടുപോകും. അല്ലെങ്കിൽ അത് നമ്മൾ സ്പെക്ടേറ്റർ കാണിക്കുന്നത് തന്നെ നേരത്തെ കാണിച്ചില്ലേ, ഒരു ഡിസ്മിസ് എന്ന് പറഞ്ഞ സാധനമാണ്. അതിൻ്റെ മേളിൽ തന്നെ ഒരു കമാൻഡ് എടുക്കേണ്ട ഒരു ഇത് കാണിച്ചിട്ടുണ്ട്. കമാൻഡ് /ഗെയിം മോഡ് എന്ന് പറഞ്ഞിട്ട് സർവൈവൽ #S അല്ല, മറ്റേ ഇല്ലേ ഒരു സാധനം, അതിട്ടിട്ട് S അടിച്ചിട്ട് മതി. അങ്ങനെ ചെയ്യണ്ടേ, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ചെയ്യണ്ടേ, ഗെയിം മോഡ് സെർച്ച് ചെയ്യുക. എന്നിട്ട് സർവൈവൽ സെർച്ച് ചെയ്യുക. സർവൈവൽ സെർച്ച് ചെയ്യുക. എന്നിട്ട് ഒരു സ്പേസ് എടുക്കുക. എന്നിട്ട് ഇവിടെ തന്നെ കാണിച്ചിരിക്കുക. നമ്മൾ ഇത് എടുക്കുക, എന്നിട്ട് ജസ്റ്റ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതങ്ങൾ കൊടുത്താൽ മതി. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തന്നെ സർവൈവലാവും. കണ്ടോ. പിന്നെ നമ്മൾ ഇത് മാറ്റാൻ പറ്റും. കണ്ടോ, അവിടെ മേളിൽ മാറണുണ്ടോ, നമ്മൾ കണ്ടോ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഇതാവും. അതാണ് അതിൻ്റെ ഉപകാരം. പിന്നെ നമുക്ക് ഇങ്ങോട്ടൊക്കെ ഇടാൻ പറ്റും. ഇതുപോലെ നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതിനകത്തൊക്കെ ആണെങ്കിൽ നമ്മൾ നേരെ ഇനി വ്യൂവിൽ പോയി അങ്ങനെ ഇടണം. പിന്നെ നമ്മൾ ഇതിനകത്തൊക്കെ പോയി കുറേ പരിപാടി ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് പെട്ടെന്ന് കയറ്റാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ മോഡ്. പിന്നെ ഞാൻ പറയാം, നിങ്ങൾ ഞാൻ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും ഇതിൻ്റെ ലിങ്ക്. അപ്പോൾ നിങ്ങൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഫയൽ മാനേജറിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫയൽ മാനേജറിൽ പോവുക. എന്നിട്ട് ഡോക്യുമെൻറ്റിൻ്റെ റീനെയിം ചെയ്യുക. ഡോക്യുമെൻറ്റിനെ ഞെക്കി പിടിക്കുക, പ്രസ് ചെയ്ത് പിടിക്കുക. നമ്മുടെ ഇതിനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് റീനെയിം ഉണ്ടാവും. റീനെയിം എന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട് ഇത് എന്ന് പറയുകയാണെങ്കിൽ സിപ്പ് കട്ട് ചെയ്ത് കളയുക. സിപ്പ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കുറച്ചങ്ങ് കട്ട് ചെയ്ത് കളയുക. ആ ഡോട്ട് വരെ കട്ട് ചെയ്ത് കളയുക. അപ്പോൾ നമുക്ക് MC പാക്കിന് കാണാൻ പറ്റും. MC പാക്ക് അങ്ങനെയാണെങ്കിൽ എന്നിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഡോക്യുമെൻറ്റിനെ ഞെക്കിയിട്ട് നേരെ മറ്റേ സെൻഡച്ചുകളൊക്കെ പെട്ടെന്ന് ചെയ്യാനുള്ളൂ. എടുക്കുക. എന്നിട്ട് വ്യൂ അല്ല, ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടാവും. അത് ഞെക്കിയിട്ട് നേരെ കയറ്റുക. നേരെ നമ്മുടെ മൈൻക്രാഫ്റ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. ഇത്ര ഉള്ളു കാര്യം. ഇതാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്നൊക്കെ പറയുകയാണെങ്കിൽ. അപ്പോൾ ഗൈസ്, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.